തൊണ്ടാർ ജലസേചന പദ്ധതി നടപ്പിലാക്കാൻ ഏറ്റെടുക്കേണ്ടി വരിക ഹെക്ടർ കണക്കിന് കൃഷിഭൂമികൾ. ഒരു കാരണവശാലും ഭൂമി വിട്ടു നൽകില്ലെന്ന് കർഷകർ. വെള്ളമുണ്ട, എടവക, തൊണ്ടർനാട് പഞ്ചായത്തുകളിലെ ക്ഷീരകർഷകർ അടക്കം നൂറുകണക്കിന് മികച്ച കർഷകർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് ഡാം തുടങ്ങാൻ ജലസേചന വകുപ്പ് സ്ഥലം കണ്ടെത്തിയത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജില്ലയിലെത്തിയ കുടിയേറ്റ കർഷകർ അടക്കമുള്ള കർഷകർ കഠിനാധ്വാനം ചെയ്താണ് വലിയൊരു കാർഷിക സംസ്കാരം ഇവിടെ സൃഷ്ടിച്ചത്. കോഴി, പശു, ആട് തുടങ്ങിയവയെ വളർത്തുന്ന നിരവധി കർഷകരാണ് ഈ പ്രദേശത്തുള്ളത്. ഇവരുടെ ഉപജീവന മാർഗവും ഇതാണ് എന്നിരിക്കെ ഡാം നിർമ്മിക്കാൻ ആയി സ്ഥലം ഏറ്റെടുക്കുമെന്ന വാർത്ത വന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഓരോ കർഷകരുടെ മുഖത്തും കാണാൻ കഴിയുന്നത്. എന്താ വെച്ചാൽ അണക്കെട്ട് വരുന്നതിലൂടെ നമുക്ക് നമ്മുടെ കാർഷിക മേഖലകൾ മുഴുവൻ വെള്ളത്തിനടിയിലാകുകയും ഭാഗികമായി മാത്രം നിൽക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിട്ട് ബാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ വെള്ളത്തിനടിയിലാകും. വെള്ളത്തിനടിയിലാകുന്ന ഭാഗങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഇവിടെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ നമുക്ക് പല പല കാട്ടുമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾ നമുക്കുണ്ടാവും. ഈ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് നമുക്കിവിടെ അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. മക്കളെപ്പോലെ സ്നേഹിച്ച് വളർത്തിയ കാർഷിക വിളകൾ ഉപേക്ഷിച്ച് ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകില്ല എന്ന ഒറ്റക്കെട്ടായ സ്വരമാണ് ഇപ്പോൾ കർഷകരിൽ ഉയരുന്നത്. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട.